കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുത്താമ്പുള്ളിയിൽ പോയിട്ട് ഓണത്തിന്റെ ഷോപ്പിംഗ് സാധനങ്ങൾ സെറ്റുമുണ്ട്, സാരികൾ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടായിരുന്നു എന്തായാലും കാണിക്കാം എന്നുള്ളത്. സമയം കിട്ടാത്തോണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാണ്ടിരുന്നത്. ഇനിയും പക്ഷെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ സാധനങ്ങൾ പലതും മിസ്സാവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചിലതൊക്കെ പോയിട്ടോ. അപ്പൊ നോക്കട്ടെ അപ്പൊ ഇനി എന്തൊക്കെയാ അതിലുള്ളത് എന്നുള്ളത്. അത് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കി വെക്കാം. അന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കണല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഇങ്ങനെ എടുത്തിട്ട് കുറെ പേര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അതൊന്നും എടുത്ത് നിവർത്തിയിട്ടൊക്കെ കാണിച്ചു തരും. അപ്പോഴല്ലേ അതിന്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാന്നുള്ളത് ഉണ്ടാവുക എന്നൊക്കെ. അപ്പൊ അങ്ങനെ കാണിക്കാം. എന്തായാലും ഓണത്തിന് ഉടുക്കാനുള്ള തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാട്ടോ. ഞാൻ എടുത്ത് കാണിക്കേ. ഇത് ഒരേ പാറ്റേണിലുള്ള കുറച്ച് മുണ്ടുകളാണ്. ഒരേ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ പ്രത്യേകതയാണ് അത്ര ഈ സെറ്റ്. അതെ, കുഞ്ചലം എന്നാണ് അവരിതിന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് എല്ലാ സെറ്റ് സാരിയുടെ മുകളിലും അധികവും ഇങ്ങനെ ഉണ്ട്. സെറ്റ് മുണ്ടിന്റെ മുകളിൽ അത് ഈ ഒരു വർഷത്തെ 2022 ഓണത്തിന്റെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. മുമ്പേക്ക് ഇത് സാരിയുടെ മുകളിലുണ്ടായിരുന്നുള്ളൂ അല്ലേ? അങ്ങനെ സാരിയുടെ മുകളിലുണ്ട് കള്ളിസാരി അങ്ങനത്തെ മുകളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടിന്റെ മുകളിലും ഇങ്ങനെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു രസമുള്ള ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഏത് കരയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കുഞ്ചലം കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ കുറെ എണ്ണം ഇതിപ്പോ ആർക്കാണ് എന്നൊന്നും പറയില്ല കേട്ടോ. കാരണം നമ്മള് ഇങ്ങനെ കൊടുക്കാനുള്ളതുണ്ട്, അമ്മയ്ക്കുള്ളതുണ്ട്, അമ്മമ്മയ്ക്കുള്ളതുണ്ട്, എനിക്കുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കാണ് എന്നൊന്നും നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കാം. കണ്ടോ ഇങ്ങനെ കുറെ പാറ്റേൺ ഇതന്നെ സെയിം അല്ല. കണ്ടോ ഇതില് ഈ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിൽ ഓരോ പൂക്കളാണ് ഇതൊക്കെ. ഇതെന്താ ആലിലയോ വാൽക്കണ്ണാടിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അതന്നെ അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കേട്ടോ. ഇത് ഞാൻ അതില് ഇങ്ങനെ ഉടുത്ത് നോക്കുന്ന പോലെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മുണ്ട് ഞാൻ ആദ്യമായിട്ടാ വാങ്ങിക്കണേ. ഇത് സെറ്റ് മുണ്ട്. ഇത് സെറ്റ് മുണ്ട് തന്നെയാണ് അമ്മമ്മ. സെറ്റ് മുണ്ട് തന്നെയാണ്. കണ്ടോ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് പറയുന്നല്ലോ ഡിസൈൻ രസമുണ്ട് അല്ലേ? നല്ല ഇങ്ങനത്തെ പട്ടുപാവാട അതുപോലെ ഇങ്ങനത്തെ സാരികള് ഇങ്ങനത്തെ സെറ്റ് മുണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതായത് സിൽവറിന്റെ ടിഷ്യൂ അത് ഈ വർഷത്തെ ഒരു പ്രധാനമാണ് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ സിൽവറിന്റെ ടിഷ്യൂ സാരിയാണ് കേട്ടോ ഇത്. നമ്മള് ഗോൾഡൻ ടിഷ്യൂ സാരി അല്ലേ നമ്മൾ സാധാരണ കാണാറുള്ളത്. ഈ വർഷം പക്ഷെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെയാണ് കണ്ടിട്ടുള്ളത്. സിൽവർ ടിഷ്യൂ കണ്ടോ കണ്ടോ. ഇതിലിങ്ങനെ കഥകളി ആയിട്ടും മയിൽപ്പീലി ആയിട്ടും അങ്ങനെ പലതരം ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പച്ച കളർ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര രസം തോന്നി. ആലില എനിക്കിങ്ങനെ തിളങ്ങണതും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല സാധാരണ. പക്ഷെ ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അമ്മയുടെ അടുത്ത് വെച്ചപ്പോ അമ്മയും പറഞ്ഞു കൊള്ളാം, നമ്മളുടെ എന്താ പറയാ നമ്മളുടെ സാരിയുടെ ഒക്കെ കളക്ഷന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാവണത് നല്ലതല്ലേ. അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ അപ്പൊ ഇതിന്റെ എന്താ അമ്മത്തിന് പറയാ മുന്താണിയോ ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ അതിനുണ്ട് ഇങ്ങനെ കുഞ്ചലം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആലിലായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുള്ള ഒരു പച്ചയും ഒക്കെയാണ്. ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻ ഉണ്ട്. കുറെ കഥകളിയായിട്ട് പിന്നെ എന്താ ഒരു മയിൽപ്പീലി പിന്നെ പൂക്കള് അങ്ങനെ ഒരുപാട് ഡിസൈൻ. പക്ഷെ എനിക്ക് ഈ പച്ചയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അതാ പിന്നെ ഞാൻ ഇതെടുത്ത്. നല്ല രസമുണ്ട്. പച്ച നല്ല ഭംഗിയുള്ളൊരു പച്ച. ഇങ്ങനെ ഒരു കസവും ഉണ്ടാണ്. കസവല്ല കര പച്ച കിളിപ്പച്ച എന്താ പറയാ കിളിപ്പച്ച. ഇങ്ങനത്തെ സെറ്റ് കൊണ്ട് ഒക്കെ സെറ്റ് കൊണ്ട് തന്നെയാണ് അധികവും. ഇനി ഇതൊരു സാരിയാണ് കേട്ടോ. ബാക്കിയുള്ളത് ഇതുവരെ കാണിച്ചതൊക്കെ സെറ്റ് മുണ്ടല്ല. അപ്പൊ ഇതുപോലത്തെ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നി. കണ്ടോ ഇങ്ങനെ ഇതാണ് സാരി. മയിൽപ്പീലി തന്നെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാ ഇതിന്റെ
ബ്ലൗസ് വരുന്നത് സെയിം ആണ്. ഞാനത് തയ്ക്കാൻ കൊടുത്താണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. ആ ഈ ഒരു കളർ തന്നെ ഇതേ ഡിസൈന് ഇതാണ് അതിൻ്റെ ഇതന്നെ മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓണത്തിന് ഉടുക്കുമ്പോൾ കാണാം കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സാരി. അപ്പോൾ ആ ബ്ലൗസ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി, അതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങിച്ചേ. അപ്പോൾ അങ്ങനെ ഒരു സാരി ഉണ്ട്. വേറെ ഇതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ഒന്നുമില്ല അല്ലേ, ഒന്നുമില്ല. ഈ ഒരു സാരി സെറ്റും കൊണ്ട് തമ്മിൽ വ്യത്യാസം മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാവും. സെറ്റ് മുണ്ട് പറഞ്ഞ രണ്ടെണ്ണം കണ്ടിട്ടില്ലേ? ആ ഒരു മുണ്ട് മാത്രം ഉടുക്കും, പിന്നെ മറ്റേത് ദാവണി പോലെ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഉടുക്കും. അങ്ങനെയാണ് സെറ്റ് മുണ്ട്. സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തില് ഞാൻ ഇത്ര വെള്ള കളറൊക്കെ സെറ്റ്. ഞാനും പണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വരും വേണ്ട, ഇതിനെക്കാട്ടിലൊക്കെ ആയിട്ട് കാണിക്കാനുള്ള കാര്യം. അതാ വരും ഇതാണ് അച്ഛൻ ഷെയർ ഇങ്ങോട്ട് വരൂ. ഇതുണ്ടോ എത്ര അച്ഛാ? 10 8 ഡബിൾ മുണ്ട്. ഇതില് വേറെ ആരും കൈ വെക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അച്ഛൻ. പക്ഷെ വായിച്ചു കൊണ്ടുവന്ന് മുഴുവൻ കഴുകി വൃത്തിയാക്കി ഒക്കെ അടിച്ച് വൃത്തിയാക്കി അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. നമ്മളൊക്കെ ഇത് കവറിന്ന് തുറന്നിട്ടും കൂടി ഇല്ല. ഞാൻ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം, ബാക്കിയൊക്കെ അതേപോലെ ഇരിക്കണം. അച്ഛൻ കൊണ്ടുവന്ന അന്ന് എന്നെ കഴുകി വൃത്തിയാക്കി വക്കൊക്കെ കണ്ടോ, പിന്നെ വക്കൊക്കെ അടിക്കില്ലേ, വക്കൊക്കെ അടിച്ച് 8 എണ്ണം സെറ്റ് ആക്കി വെച്ചിരുന്നു. ഇനി ഓണത്തിന്റെ ഓരോ ദിവസം ഓരോന്ന് എടുത്താക്കി കൊടുക്കുക. എന്തൊക്കെ കളറാണിത് കേട്ടോ. എല്ലാ ആ കടയിലുള്ള എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട്. ഇതാ എല്ലാ കളേഴ്സും. പക്ഷെ ഇത് വെച്ച് രണ്ടും ഒന്നല്ലേ? ഇത് അങ്ങനെയൊക്കെ ഉണ്ടോ? ശരി. കണ്ടോ, എല്ലാ കളേഴ്സിലും കൈ വെച്ചിട്ടുണ്ട് എന്തായാലും സംഭവം. ഇത് മൊത്തം അച്ഛന്റെ മാത്രാണ് കേട്ടോ. അപ്പൊ അതൊക്കെ സെറ്റാണ്. അപ്പൊ കുത്താമ്പുള്ളിയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ളത് അച്ഛനാണ് അല്ലേ? എനിക്കിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നത് ഇതേ വീഡിയോ ഓഫ് ആക്കുന്നതോട് കൂടി അച്ഛൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതവിടെ ഫുൾ സെറ്റ് ആയിട്ട് ഓണത്തിന് റെഡി ആയിട്ടുള്ളതാണ്. പിന്നെ ഇനി ഇത് നമ്മളുടെ അടുത്ത് സെറ്റ് മുണ്ട് തന്നെ അമ്മ അല്ലേ? ഇത് സെറ്റ് മുണ്ടാണ്. ഇതിൽ ഇങ്ങനെ ഒരു സെറ്റ് മുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുത്താമ്പുള്ളിയിൽ പോണ സമയത്തേ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ഡിസൈൻ ഞാൻ മുന്നേ കൂട്ടി എടുത്തു വെച്ചിട്ടുള്ളായിരുന്നു. ഞാൻ ഈ ഒരു നമ്മളിങ്ങനെ ഇൻസ്റ്റയിലും അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കാണില്ല, അങ്ങനെ കാണുന്ന സമയത്ത് ഈ കട്ടിക്കര മുണ്ട് എനിക്ക് കസവിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം കട്ടിക്കരയുള്ള മുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കളറ് ബ്ലൗസ് ഇടുമ്പോൾ അതിനാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കസവിനോട് ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കര ഉള്ള ഇത് മേടിക്കണം. അതും മയിൽപ്പീലി ഇങ്ങനെ കട്ടിക്കര മാത്രമായിട്ടില്ല അമ്മ, അവിടെ കണ്ടില്ലേ ഇത്ര നല്ല കര മാത്രമായിട്ട് അതെനിക്ക് ഇഷ്ടാട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ മയിൽപ്പീലിയും കൂടി വരുന്നത് വേണമെന്ന് ഞാൻ ഇവിടുന്നേ വിചാരിച്ചു പോയതായിരുന്നു. അവിടെ ചെന്ന് നോക്കിയ സമയത്ത് സെയിം ആഗ്രഹിച്ച എന്താണോ അതന്നെ കിട്ടുകയും ചെയ്തു. ഇതിന്റെ പല കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ നമുക്ക് ഈ കളറും ഇടാം, ഈ കളറും ഇടാം, ഏത് വേണമെങ്കിലും നമുക്ക് ബ്ലൗസ് ഇടാം. അപ്പൊ അങ്ങനത്തെയാണ്. നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കേട്ടോ. ഇതിന്റെ കുറേ കളേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. അമ്മയ്ക്ക് കസവിനോട് വലിയ ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് എല്ലാം ഇഷ്ടം. അമ്മ കസവാണെങ്കിലും കരയാണെങ്കിലും ഒക്കെയാണ്. കരയാണ് കൂടുതൽ എനിക്കും, പക്ഷെ കരയോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ ഇതിനെന്താ ഒരു പേരുണ്ട് അമ്മ? ഓക്കെ, അച്ഛനവിടെ തൃക്കാരപ്പനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാം. ഇങ്ങനത്തെ മുണ്ടല്ലേ, മുള്ളോത്തിന്റെ സെറ്റ് മുണ്ട് എന്ന് കേട്ടിട്ടില്ല. അപ്പൊ അതാണ് ഇത്. അതിന്റെ ക്ലോത്ത് ഭയങ്കര സുഖമായിരിക്കും, നല്ല ക്ലോത്ത് ആയിരിക്കും ഉടുക്കാൻ. നല്ല വലുപ്പം, നീളവും വീതിയും ഒക്കെ നല്ല കൂടുതലുണ്ടാകും. പിന്നെ അതുമാതിരി തന്നെ ക്ലോത്ത് ചുറ്റുന്ന സമയത്ത് നമുക്കറിയാം നല്ല
നല്ല ക്ലോത്ത് ആയിരിക്കും. അതിൽ ഇങ്ങനത്തെ പച്ച, ഓറഞ്ച്, അതുപോലെ തന്നെ നീല, പിങ്ക് അങ്ങനത്തെ ഒക്കെ എൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. കണ്ടോ, ഇത് അമ്മമ്മയ്ക്ക് വാങ്ങിച്ചാട്ടാ. അമ്മമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ? ഉടുക്കാനുള്ള സുഖമാണ്, നല്ല സുഖമാണ് ഇങ്ങനത്തെ മുണ്ട് ഉടുക്കാൻ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ ഇങ്ങനത്തെ കട്ടിക്കര മുണ്ടിന്റെ പറഞ്ഞില്ലേ. അപ്പൊ അതിലിങ്ങനെ മയിൽപ്പീലി ഇല്ലാത്ത തരത്തിലുള്ള വെറും കട്ടിക്കര മാത്രമായിട്ടുള്ളതാണ് കേട്ടത്. ഇതിലും അവിടെ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഇതിന്റെയൊക്കെ ക്ലോത്ത് നല്ല സുഖം. നമ്മൾ സാധാരണ വിചാരിക്കില്ലേ എന്താ പറയാ സെറ്റ് മുണ്ടിന്റെ അത്ര നല്ലതാവില്ലാന്ന്, പക്ഷെ ഇത് നല്ലൊരു ക്ലോത്ത് ആണ്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടെങ്കിലും കൂടി ഇതിന്റെ ക്ലോത്ത് വലിയ സുഖമില്ല. ഭയങ്കര ഒരു മാതിരി തുണിയായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് കേട്ടോ. ഇത് അധിക നേരം ഒന്നും ഉടുത്ത് നിൽക്ക് തോന്നില്ല. നമ്മള് ഉടുക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ. കോട്ടൺ അല്ല അമ്മ തൊട്ടോക്കും, ഇത് കോട്ടൺ അല്ല, ഇത് ടിഷ്യൂ ആണ്. അതായത് ഒരു കോട്ടന്റെ നൂല്, ഒരു ടിഷ്യൂ മറ്റേ കസവിന്റെ നൂല്, അങ്ങനെ വരുന്നതാണിത്. അപ്പൊ ഇത് നമുക്ക് ഉടുക്കുമ്പോ ചൂട് ആവാനാണ്. ചൂട് ഒതുക്കവും കിട്ടാൻ ചാൻസ് കുറവാണ്, ഒതുങ്ങി നിൽക്കില്ല തോന്നുന്നു. ഇതൊക്കെ നല്ല നല്ല സുഖമുള്ള ഒരു തുണിയാണല്ലോ ഇതൊക്കെ. പക്ഷെ ഇതിനങ്ങനെ ഒതുങ്ങി നിൽക്ക് തോന്നുന്നില്ല. കാണാനുള്ള ഒരു ഭംഗിക്ക് മുകളിൽ അതിനുവേണ്ടി മാത്രം വാങ്ങിച്ചാണ്. ഇനി ഉടുക്കുമ്പോ അറിയാം ബാക്കി എന്താവും എന്നുള്ളത്. പക്ഷെ വാങ്ങിച്ചു എന്ന് മാത്രം. പിന്നെ ഇതെന്ന് പറയുന്നത് ഡബിൾ മുണ്ടുകളാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ. അത് നമ്മൾക്ക് ഏത് തരം കളറ് വേണമെങ്കിലും അവിടെ കിട്ടും. അതുപോലെ ഇതിന്റെ ക്ലോത്ത് ഒക്കെ എന്താ പറയാ, നല്ലൊരു ക്ലോത്താണ്. ഇങ്ങനത്തെ കുറെ, ഇതിലത്തെ കുറെ പോയില്ലേ, ഇതിലൊക്കെ കുറെ മിസ്സിങ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത്ര അതിങ്ങനെ പലർക്കായിട്ട് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൽ മുഴുവൻ ഇതിലില്ല. അപ്പൊ ഇനിയും ഞാൻ വെയിറ്റ് ചെയ്തിട്ടെങ്കിൽ ഇന്ന് പലതും ഇനിയും മിസ്സാവും. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് വേഗം വീഡിയോ എടുക്കാന്ന് വെച്ചേ. അതുപോലെ തന്നെ സാരിയിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പേ തന്നെ കയ്യിൽ പോയി. പിന്നെന്താ ഇങ്ങനെ ഒന്ന് കേട്ടോ, ഇത് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ കസവും വരും, അതുപോലെ തന്നെ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ വരുന്നേ, ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഇനി എനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഏതൊക്കെയാന്ന് പറയട്ടെ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോണ സമയത്തെ മനസ്സിലുണ്ടായിരുന്ന ഒരിത്. ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. ഒരു കട്ടിക്കരമുണ്ട്, അത് മൈറ്റിയിലുള്ളത് വാങ്ങിക്കണം എന്നുള്ളത്. അത് അവിടെ ചെന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇത് എന്തായാലും എനിക്ക് വാങ്ങിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് മുണ്ട് ഇതാ, രണ്ട് വേറെ വേറെയാണ്. ഇതുണ്ടോ, സെറ്റ് മുണ്ട്. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതെടുത്ത് ഫോട്ടോഷൂട്ട് അത്രയൊക്കെ തന്നെ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം മൊത്തമൊന്നും നമുക്ക് അങ്ങനെ ഉടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇനി ബാക്കി ഓണത്തിന് ഉടുത്ത് നോക്കുമ്പോ അറിയാം. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ ചൂടുള്ള ഡ്രസ്സുകൾ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇടാനും ഇഷ്ടമില്ല. നോക്കട്ടെ എന്തായാലും. പിന്നെ ഈ ഒരു സാരി, ഇതില് ഇങ്ങനത്തെ ബ്ലൗസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ തന്നെ മൊത്തത്തിലൊരു ബ്ലൗസാണ്. അതിനി തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഓണത്തിന് ഉടുക്കുമ്പോ കാണാട്ടോ. അപ്പൊ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതും ഞാൻ എനിക്ക് എടുത്തായിരുന്നു. പിന്നെ അമ്മയുടെ അതിലത്തെ ഏതായിരുന്നു? ഇതില് വേറൊരു പച്ച ഉണ്ടായിരുന്നു അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു പച്ച. എന്ന് വെച്ചാ ഇപ്പൊ ഈ സാരിയുടെ ഇതിന്റെ ഈ പച്ച കാണിച്ചില്ലേ, അമ്മയ്ക്ക് പച്ച. അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് പച്ചയാണ്. അമ്മ എവിടെ കടയിൽ പോയിട്ടുണ്ടെങ്കിലും സാരി എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പച്ചയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളെല്ലാരും പറയും ഇപ്രാവശ്യമെങ്കിലും പച്ച എടുക്കാണ്ടിരിക്കണം എന്നുള്ളത്. പക്ഷെ അവിടെ പോയി സെലക്ട് ചെയ്ത് വരുന്ന സമയത്ത് അവസാനം എങ്ങനെയെങ്കിലും അത് പച്ചയായി മാറും. ഇപ്രാവശ്യം സെയിം. കടയിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് എപ്പോഴും പച്ചയുടെ മുകളിലേക്ക് കണ്ണങ്ങോട്ട് പോകണം. കാരണം അത്ര ഭംഗിയുള്ള ഒരു പച്ച കളറായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പക്ഷെ അത് സൈറ്റായിട്ട് ആദ്യം തന്നെ എടുത്ത് മാറ്റിച്ചിട്ടായിരുന്നു ആ പച്ച എടുക്കണ്ട. ഇപ്രാവശ്യം വേറൊരു കളർ ട്രൈ ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത ആള് ഇതില്. അപ്പൊ ഇതിലത്തെ ഏതാ അമ്മയുടെ? അപ്പോഴും പച്ച എന്ത് ചെറുതായിട്ടൊരു മാറ്റിട്ട് എന്താ പറയാ ഇതിന്, പീക്കോ ഗ്രീനോ അല്ലേ? അങ്ങനെ. അപ്പൊ ഇതാണ് അമ്മ സെലക്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. പിങ്ക്, നീല, ചോപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് അമ്മയുടെ അല്ലേ? ഇതിങ്ങനത്തെ ഒരു പച്ച, വീണ്ടും
പച്ച അതിപ്പോഴേ ചോദിച്ചു. പച്ച അത് ഏത് രീതിയിലുള്ള അടച്ചെങ്കിലും അമ്മയ്ക്ക് പറഞ്ഞു വരുമ്പോ എല്ലാം പച്ചയായി മാറും. ഇതാ കണ്ടോ. അപ്പൊ ഇതാണ് അമ്മയുടെ എന്ന് പറയുന്നത്. പിന്നെ അമ്മമ്മയുടേത് ഇതാണ്. അമ്മമ്മക്ക് നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ. നമുക്ക് വീട്ടില് അമ്മമ്മയൊക്കെ പറയുമ്പോ രാവിലെ തൊട്ട് രാത്രി വരെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ. അതെ, രാത്രി വരെ അല്ല, അമ്മമ്മ 24 മണിക്കൂറും ഉപയോഗിക്കുന്നത് സെറ്റ് മുണ്ടാണ്. വേറെ ഡ്രസ്സൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അമ്മമ്മക്ക് ഏറ്റവും സുഖമായിട്ടുള്ള തുണി ഏതാ വെച്ചാൽ നമ്മൾ അതല്ല. അപ്പൊ അമ്മമ്മക്ക് ഇതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ ഭയങ്കര നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതാ നീ ഉണ്ടായിരുന്നില്ല അമ്മമ്മയുടെ? അതേതാ? ഇതല്ലേ? ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് രണ്ട് നല്ലൊരു ക്ലോത്ത് ആണ്. അപ്പൊ ഇത് രണ്ടും അമ്മമ്മയുടേതാണ്. പിന്നെ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും കുട്ടികൾക്ക് എന്താ ഒന്നും ഇല്ലാത്തത്. കുട്ടികൾക്ക് എന്ന് പറയുമ്പോ എന്റെ അമ്മയെ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നത് തന്നെ. ശരിക്കും പട്ടുപാവാട കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ അതന്നെ പറയായിരുന്നു. കടയിലേക്ക് കയറുമ്പോ തന്നെ നമുക്ക് കാണാം പട്ടുപാവാടകൾ ഇങ്ങനെ നിൽക്കാനുമ്പോഴേ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കിട്ടും. പക്ഷെ പാറും വ്രതും പട്ടുപാവാട ഇടില്ല. അവർക്ക് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം വാങ്ങിച്ചു വെച്ചിട്ടുള്ള പട്ടുപാടൊക്കെ ആ ഒരു ദിവസം ഇടും. പിന്നെ ഇടാം വിഷു, തിരുവാതിര, ഓണം. ഈ ഒരു 3 ദിവസമാണ് വർഷത്തിൽ അത് പട്ടുപാവാട ഇടുന്നത്. അപ്പൊ ആ ഒരു ചൂടാണ്. അതന്നെ അവർക്ക് അതിന്റെ ക്ലോത്ത്. കാരണം ഇപ്രാവശ്യം മൊത്തം വരുന്നത് ഇങ്ങനത്തെ ഒരു ക്ലോത്തിലാണ് പട്ടുപാവാട അല്ലേ? ഇങ്ങനത്തെ ക്ലോത്തിലാണ് പട്ടുപാവാട വരുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇടാൻ ഇത്തിരി പ്രയാസം തന്നെ ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ. പിന്നെ അതല്ലാണ്ട് ഒരു ഇതുണ്ടായിരുന്നു, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തയ്ക്കാൻ കൊടുത്തിരിക്കുക കേട്ടോ. അത് പട്ടുപാവാടല്ല, ആ കടയിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള വേറൊരു ക്ലോത്ത് ആണ്. അത് നമ്മള് എന്തായാലും കോട്ടൺ ആണ്. നല്ല നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ്. അതിൽ പക്ഷെ പട്ടിന്റെ ഒന്നും വരുന്നില്ല, സാധാ ഒരു ക്ലോത്ത് അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പക്ഷെ തയ്ക്കാൻ കൊടുത്തിട്ടില്ലാണ്, പാവാടയും ബ്ലൗസും ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെയാണ് അവരിടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ദാ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ അന്ന് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് നിവർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചേ. ഇനി നമ്മളെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ ഓണത്തിന് ഉടുത്തിട്ടുള്ള സമയത്ത് കാണാം കേട്ടോ. അപ്പൊ ആ കുത്തമ്പുള്ളി വീഡിയോ കണ്ട സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് എന്താ പറയാ നേരിട്ടിട്ട് അത് കാണാന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ അവിടെ എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ അതിൽ കാണിക്കുന്ന കണ്ടില്ലേ, ഒരു കുഞ്ഞൊരു ഡിസൈൻ അടക്കം അത് ഉണ്ടാക്കി വരണമെങ്കിലുള്ള കഷ്ടപ്പാട് കണ്ടില്ല. അപ്പൊ ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി ഒരു സാരി ഉണ്ടാക്കാൻ 2 ദിവസം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സാരി ഉണ്ടാക്കാൻ അവർ 2 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സാരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഡിസൈനുകൾ എത്ര വലുതാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ശരിക്കും. പക്ഷെ നമ്മളിത് കയ്യിലെത്തുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റി അത്ര ആലോചിക്കില്ല. പിന്നെ അന്ന് കുട്ടികളെ കൊണ്ടുപോകാണ്ടിരുന്നത്, കുട്ടികളെ കൊണ്ടുപോയിരുന്നു വെച്ചിട്ട് നമുക്കിതൊന്നും അത്ര എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഷോപ്പിങ്ങിന് കുട്ടികളെ അവർക്ക് ഷോപ്പിങ്ങിന് കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോവാ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ആകുമ്പോൾ നമുക്കത് പ്രശ്നമാണ്, ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർ സ്കൂളിൽ പോണ ദിവസം അതുകൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സെലക്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ നമ്മളിപ്പോ കുത്താമ്പുള്ളിയിൽ പോയി വന്നതിന് ശേഷം ഇപ്പൊ 2 ദിവസം മുന്നേ അന്ന് ആ വീഡിയോയിൽ കാണിച്ചില്ലേ സുരേഷേട്ടൻ ഇവിടെ വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. കാരണം നമുക്ക് ഇത്രയും കാലം കൊണ്ടുവന്നിരുന്ന ആള് അല്ലേ. അപ്പൊ ഇത്രയും കാലം കുത്താമ്പുള്ളിയുടെ ആ ഒരു തുണികൾ ഇവിടെ എത്തിയത് സുരേഷേട്ടൻ വഴിയാണ്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും അവര് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പോയിട്ട് കാണാനും അവിടെയുള്ള ആ ഗ്രാമത്തിന്റെ മൊത്തം അവിടെയൊക്കെ നടന്ന് കാണിക്കാനും അതുപോലെ തന്നെ നെയ്യുന്നതൊക്കെ സാധാരണ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ നമുക്ക് അവിടെ അറിയുന്ന ആളുള്ളത് കൊണ്ട് നമ്മളിനെ അവിടെയൊക്കെ നടന്ന് കാണിച്ചിരുന്നത് ഭയങ്കര സന്തോഷം. ശരിക്കും ഇതൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമായത് ആ ഒരു നെയ്യുന്നത് കാണുന്ന പറ്റിയോണ്ടാണ് കേട്ടോ. അപ്പോൾ അതന്നെ. അപ്പൊ എന്തായാലും അവരിവിടെ വന്ന സമയത്ത് അവരടുത്തും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കുത്താമ്പുള്ളിയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷോപ്പിംഗ്. ഇതിപ്പോ ഈ കാണിച്ചിട്ടുള്ളത് നമ്മൾ കുത്താമ്പുള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മാത്രം സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ ഓണത്തിന്റെ ഷോപ്പിംഗ് അവിടെ നിന്നിട്ടൊന്നുമില്ല. ബാക്കി നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഓണത്തിന് ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്തും അങ്ങനെയൊക്കെ വീഡിയോയിൽ എന്തായാലും കാണിക്കാം. ഇത് നമ്മൾ കുത്താമ്പുള്ളിയിൽ നിന്ന് എന്താണോ വാങ്ങിച്ചത് അവിടുത്തെ കാര്യങ്ങൾ അത് മാത്രമാണ് കേട്ടോ. അപ്പോ അതൊക്കെ തന്നെ. പിന്നെ ആ വീഡിയോയില് ഞാൻ ഉമ്മത്തിന്റെ കായ എന്ന് പറഞ്ഞിട്ട് കായ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉമ്മത്തിന്റെ അല്ല, പാവടക്കാണ്.
പേര് മാറിപ്പോയതാണെന്നുള്ള അതല്ലേ. എനിക്ക് ഉമ്മത്തുംകായി അറിയില്ല, അവിടേക്കായി അറിയില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് അങ്ങനെ കാണിച്ചപ്പോ സ്പെഷ്യൽ ആയിട്ട് ഒരു കായ കാണിച്ചപ്പോ അമ്മ പറഞ്ഞെന്തായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പേര് അവിടുന്ന് മാറിപ്പോയി. അവിടുന്ന് അവരുടെ വീട്ടിലടുത്ത് അവിടെ അങ്ങനെ ഒരു പുഴയുടെ അടുത്താണ്. അപ്പൊ അത് നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അത് പേര് മാറിപ്പോയതാണ്. അതെന്നാണോ ഈ ആവണക്കെണ്ണ ഉണ്ടാക്കണേ? അതല്ലേ. അതാണ്. അപ്പൊ അങ്ങനെ അത് എന്തായാലും പറഞ്ഞു. അതെ, അതാണ് ആവണക്കിന്റെ കായാണ് അത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അത്രയൊക്കെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാനും ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അവിടെ പോയിട്ടൊരു വ്ളോഗ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ അവിടുത്തെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളുടെ ഓണം വ്ളോഗ്സ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല ഓണം വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ